പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഹദിന്റെ രണാങ്കണമാണ് രംഗം. അന്തരീക്ഷത്തിലെങ്ങും പൊടിപടലങ്ങൾ പാറുന്നു. വാളുകൾ തമ്മിൽ കൂട്ടി ഉലയുന്നതിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. വിഷം പുരട്ടിയ ഒരു കുന്തം നാഭിയിലൂടെ കടന്ന് കാലിനിടയിലൂടെ പുറത്തേക്ക് വന്ന് അടിതെറ്റി വീണുകിടക്കുകയാണ് ഹസ്രത്ത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് കുന്തമെറിഞ്ഞ് ചതിച്ചു കൊന്നത് ആരാണ്? നമുക്കെല്ലാം അറിയാം, വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വഹ്ശിയുടെ കണ്ണിലൂടെ ഈ ഒരു ചരിത്ര സംഭവത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഈ കുറഞ്ഞ സമയത്ത്. വഹ്ശി റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടിയാകും ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? ഏതെങ്കിലും ഒരു പൂർവ്വ വൈരാഗ്യമോ മതവിരോധമോ ഒന്നുമായിരുന്നില്ല. കാരണം തന്റെ ജനനം മുതൽ താൻ അനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് തനിക്ക് മോചനം ലഭിക്കുമെന്ന് ഒരു വാഗ്ദാനം നൽകപ്പെട്ടപ്പോൾ അതിന്റെ പേരിലാണ് അദ്ദേഹം ഈ ക്രൂരകൃത്യം ചെയ്തു പോകുന്നത്. എന്നാൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിച്ചിരുന്ന തന്റെ സമപ്രായക്കാരനായ പിതൃവിനെയാണ് അദ്ദേഹം കൊല്ലുന്നത്. കാലം കടന്നുപോയി. മക്കം ഫതഹ് സംഭവിച്ചു. ഇസ്ലാം എങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വഹ്ശി കേൾക്കുന്നത് ഇസ്ലാം പുൽകിയാൽ തനിക്കും രക്ഷയുണ്ടെന്ന്, തനിക്കും പാപമോചനം ലഭിക്കുമെന്ന്. എങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിച്ചിരുന്ന ഇസ്ലാമിന്റെ ധീരയോദ്ധാവായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന തനിക്ക് പൊറുക്കപ്പെടുമോ എന്ന ഒരു ആശങ്ക അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എങ്കിലും അദ്ദേഹം മദീനയിൽ ചെന്ന് പ്രവാചക പ്രഭുവിനെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ എൻ്റെ മുമ്പിൽ വരാതെ നോക്കണേ, കാരണം നിന്നെ കാണുമ്പോൾ എനിക്ക് ഹംസയെ ഓർമ്മ വരുമെന്ന്. പിന്നീട് നാം വഹ്ശിയെ കാണുന്നത് അദ്ദേഹം അതേ കുന്തം ഉപയോഗിച്ച് യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വകവരുത്തുന്നതായിട്ടാണ്. അതെ, എല്ലാം പൊറുക്കപ്പെട്ട സന്തോഷത്തിൽ വെറുതെ ഇരിക്കുകയല്ല വഹ്ശി റളിയല്ലാഹു അൻഹു ചെയ്തത്. അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രായശ്ചിത്തം അതിനുവേണ്ടി ചെയ്തു വെക്കുന്നുണ്ട്. വഹ്ശി ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ കുഫ്റിലായിരുന്നപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നു, ഞാൻ കുഫ്റിലായിരുന്നപ്പോൾ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ കൊന്നു, എന്നാൽ ഞാൻ ഇസ്ലാമിൽ വന്നപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരാളെയും കൊന്നു എന്ന്. അതെ, യഥാർത്ഥ തൗബ നമ്മെ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ പ്രേരിപ്പിക്കുന്നതാകണം. അത്തരത്തിൽ യഥാർത്ഥ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനും നന്മകൾ ഏറ്റവും നന്നായി ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് ഈ റമദാനോടുകൂടി സാധിക്കട്ടെ. ഓരോ സന്ദർഭവും അതിനു വേണ്ടി നാം പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.